over I with respect to these operations will become a linear space. ഇത് നിങ്ങൾ ലീനിയർ ഓൾജിബ്രയിൽ പഠിക്കുന്ന കാര്യമാണ്. ഇനി ഫങ്ഷണൽ അനാലിസിസിലേക്ക് വരുമ്പോൾ നമ്മൾ എ എന്ന് പറയുന്നത് ഒരു നോംഡ് സ്പേസ്, എ എന്ന് പറയുന്നത് ഒരു നോംഡ് സ്പേസ്, ഐ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് എടുക്കുന്നു, ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, എല്ലാ നോംഡ് സ്പേസും ലീനിയർ സ്പേസ് ആണ്. ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സബ്സ്പേസ് ആയതുകൊണ്ട് അത് തീർച്ചയായിട്ടും സബ്സ്പേസ് ആണ്. അപ്പോൾ എ ഓവർ ഐ എന്ന് പറയുന്നത് ഒരു ലീനിയർ സ്പേസ് ആണ്. നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനോട് അനുബന്ധിച്ച് എ ഓവർ ഐ ഒരു ലീനിയർ സ്പേസ് ആണ്. ഇനി ഈ എ ഓവർ ഐയിലെ എലമെന്റ്സിന് നമ്മൾ ഒരു നോം ഡിഫൈൻ ചെയ്യുന്നു. അതായത് വി ഡിഫൈൻ നോം ഓഫ് കോസ് അറ്റ് എക്സ് ആസ്, ഇതിനെയാണ് നമ്മൾ കോഷ്യന്റ് നോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് the infimum of norm of x plus y where y belongs to I. ഇതൊരു നോം ആയിരിക്കും, ഇതൊരു നോം ആണ് എന്നുള്ളത് നമ്മൾ ഫങ്ഷണൽ അനാലിസിസിൽ നമ്മുടെ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ദിസ് ഈസ് ദ റിസൾട്ട്. അവിടെ ഞാൻ ഇവിടെ എക്സ് എന്നുള്ളതിന് പകരം എ എന്ന് എടുത്തു, എക്സ് നോട്ട് എന്നുള്ളതിന് പകരം ഐ എടുത്തു. അപ്പോൾ എ എന്ന് പറയുന്ന നോംഡ് സ്പേസിൻ്റെ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണ് ഐ എങ്കിൽ കോഷ്യന്റ് സ്പേസ് എ ഓവർ ഐ അതൊരു ലീനിയർ സ്പേസ് ആണ് ഓൾറെഡി. അവിടെ നമുക്ക് ഇങ്ങനെ നോം ഡിഫൈൻ ചെയ്യാം, നോം ഓഫ് കോസ് അറ്റ് എക്സ് ആസ് നോം ഓഫ് എക്സ് മൈനസ് വൈ വേർ വൈ ബിലോങ്സ് ടു ഐ, അല്ലെങ്കിൽ വൈ ബിലോങ്സ് ടു എക്സ് നോം. അത് എന്തുകൊണ്ടാണ് നോം ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ പ്രൂഫ്. തീർച്ചയായിട്ടും norm of cos at x greater than or equal to 0 ആണ്. norm of cos at x equal to 0 ആണെങ്കിൽ there will be a sequence yn in x naught such that norm x minus yn converges to 0, അതായത് yn converges to x എന്ന് കിട്ടും. അവിടെയാണ് നമ്മൾ ഈ ഐ എന്നുള്ളത് അല്ലെങ്കിൽ എക്സ് നോട്ട് എന്നുള്ളത് ക്ലോസ്ഡ് ആണ് എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്നത് അവിടെയാണ്. എനിവേ അതൊരു നോംഡ് സ്പേസ് ആണ് അല്ലെങ്കിൽ അതൊരു നോം ആണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഫങ്ഷണൽ അനാലിസിസിൽ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്തെങ്കിലും അതിനകത്ത് ഒന്നുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ യു ജസ്റ്റ് റെഫർ സെക്ഷൻ 1.4 വിച്ച് ഈസ് ദ സെക്ഷൻ ഓൺ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ കോഷ്യന്റ് നോംഡ് സ്പേസ് എന്നുള്ളതിൽ. അതിൽ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത ഒരു റിസൾട്ടാണ് അത്. ഇസ് ദാറ്റ് ഓക്കെ? സോ അപ്പം നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ദിസ് നോം നമുക്ക് എന്ത് കിട്ടും? എ ഓവർ ഐ എന്ന് പറയുന്നത് ഒരു നോംഡ് സ്പേസ് ആണ് എന്ന് കിട്ടും. എ ഓവർ ഐ ഒരു നോംഡ് സ്പേസ് ആണ് എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് എ എന്ന് പറയുന്നത് ഒരു ബനാക് സ്പേസ് ആണ് എന്നിരിക്കട്ടെ. എ ഒരു ബനാക് സ്പേസും ഐ എന്നത് ക്ലോസ്ഡ് സബ്സ്പേസുമാണ് എങ്കിൽ, ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എ ആണ് എങ്കിൽ എ ഓവർ ഐ എന്ന് പറയുന്നതും ഒരു ബനാക് സ്പേസ് ആയിരിക്കും. എ ഓവർ ഐ എന്ന് പറയുന്നതും ഒരു ബനാക് സ്പേസ് ആയിരിക്കും. അത് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു പഴയ കാര്യമാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന നോട്ട്സിൽ സെക്ഷൻ 1.6 ചാപ്റ്റർ 1 എക്സസൈസിലൊരു പ്രോബ്ലം ആയിട്ടാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എക്സ് ഒരു ബനാക് സ്പേസ്, ഈ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ കോഷ്യന്റ് സ്പേസ് എക്സ് ഓവർ ഇ എന്ന് പറയുന്നതും ഒരു ബനാക് സ്പേസ് ആണ് എന്നുള്ളത് നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ദാറ്റ് ഫോളോസ് ഫ്രം ചാപ്റ്റർ 1 വിച്ച് വി ഡിസ്കസ്ഡ് ഏർലിയർ. ഓക്കെ, അപ്പോൾ എ ഒരു ബനാക് സ്പേസ്, ഐ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണെങ്കിൽ എ ഓവർ ഐ എന്ന് പറയുന്നത് ഒരു ബനാക് സ്പേസ് ആണ്. ഇനി നിങ്ങൾക്ക് നമ്മുടെ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ അറിയാവുന്ന കാര്യം എ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. ഐ
I എന്ന് പറയുന്നത് എയുടെ ഒരു ഐഡിയൽ ആണ് എങ്കിൽ A over I എന്ന് പറയുന്നതും ഈ A over I സോറി we define നേരത്തെ ഉള്ള പോലെ അഡീഷൻ എക്സ് പ്ലസ് വൈ എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് പ്ലസ് വൈ. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ അഗെയിൻ നമ്മൾ ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ ഈ അഡീഷൻ വെൽ ഡിഫൈൻഡ് ആണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടായി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും ഈ അഡീഷനും കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ ഇതൊരു പഴയ കാര്യമാണ് കേട്ടോ, അബ്സ്ട്രാക്ട് ആൾജിബ്രയിൽ വരുന്ന കാര്യമാണ്. അതിനകത്ത് അഡീഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷനും വെൽ ഡിഫൈൻഡ് ആണെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. അതായത് കോസെറ്റ് എക്സ് ഈക്വൽ ടു കോസെറ്റ് എക്സ് വൺ, കോസെറ്റ് വൈ ഈക്വൽ ടു കോസെറ്റ് വൈ വൺ ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സേ കോസെറ്റ് എക്സ് ഈക്വൽ ടു കോസെറ്റ് എക്സ് വൺ ആയതുകൊണ്ട് എക്സ് മൈനസ് എക്സ് വൺ I1 അത് ഐയിലുള്ള ഒരു എലമെന്റ് ആയിരിക്കും. കോസെറ്റ് എക്സ് ഈക്വൽ ടു കോസെറ്റ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് വൺ ഐയിലുള്ള ഒരു എലമെന്റ് ആയിരിക്കും എന്നാണ് അർത്ഥം. അതിനെ നമ്മൾ I1 എന്ന് വിളിക്കുന്നു. അതുപോലെ നമുക്ക് y മൈനസ് y1 എന്നുള്ളത് ഐയിലുള്ള ഒരു എലമെന്റ് ആയിരിക്കും, അതിനെ നമുക്ക് I2 എന്ന് വിളിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യം എക്സ് എന്ന് പറയുന്നത് x1 പ്ലസ് I1 ആണ് എന്നും y എന്ന് പറയുന്നത് y1 പ്ലസ് I2 ആണ് എന്നും കിട്ടും. അപ്പൊ നമുക്ക് xy എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ x1 പ്ലസ് I1 ഇൻറ്റു y1 പ്ലസ് I2 എന്ന് കിട്ടും. അതായത് നമുക്ക് x1 y1 പ്ലസ് x1 I2 പ്ലസ് I1 y1 പ്ലസ് I1 I2 എന്ന് നമുക്ക്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ x1 I2 എന്ന് പറയുന്ന എലമെന്റ് ഐയിലുള്ള എലമെന്റ് ആയിരിക്കും. കാരണം I2 എന്ന് പറഞ്ഞാൽ ഐയിലുള്ള എലമെന്റ് ആണ്, ഐ ഒരു ഐഡിയൽ ആണ്. അതുകൊണ്ട് x1 I2 എന്ന് പറയുന്നത് ഐയിലുള്ള ഒരു എലമെന്റ് ആയിരിക്കും. അതുപോലെ I1 y1ഉം ഐയിലുള്ള എലമെന്റ് ആയിരിക്കും, I1 I2ഉം ഐയിലുള്ള എലമെന്റ് ആയിരിക്കും. അതായത് xy മൈനസ് x1 y1 എന്ന് പറയുന്നത് ഐയിലുള്ള ഒരു എലമെന്റ് ആയിരിക്കും. അതായത് കോസെറ്റ് xy എന്ന് പറയുന്നത് കോസെറ്റ് x1 y1 ആയിരിക്കും. അതായത് നമ്മൾ ഇതിനകത്ത് ഡിഫൈൻ ചെയ്ത മൾട്ടിപ്ലിക്കേഷനും റെപ്രസെൻറ്റേറ്റീവ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ്സ്. പക്ഷെ അത് ഏത് റെപ്രസെൻറ്റേറ്റീവ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബാക്കി അത് അഗെയിൻ ഈ എ ഓവർ ഐയിൽ വിത്ത് റെസ്പെക്ട് ടു ദീസ് ഓപ്പറേഷൻസ് എ ഓവർ ഐ വിൽ ബിക്കം എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്ന് നമുക്ക് കിട്ടും. സോ എ ഓവർ ഐ വിത്ത് റെസ്പെക്ട് ടു ദീസ് ഓപ്പറേഷൻസ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിപ്പോൾ മനസ്സിലാവുന്ന കാര്യം എ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി, ഐ ഒരു ഐഡിയൽ ഓഫ് എ ആണ് എങ്കിൽ എ ഓവർ ഐ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. എ ഒരു ബനാക് സ്പേസ്, ഐ ഒരു ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് എ ആണെങ്കിൽ എ ഓവർ ഐ എന്ന് പറയുന്നത് ഒരു ബനാക് സ്പേസ് ആണ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക്, ഇതെല്ലാം പഴയ കാര്യങ്ങളാണ്, പുതിയ ഒരു കാര്യം പോലും നമ്മളിവിടെ പറയുന്നില്ല. പുതിയ കാര്യത്തിൽ നമുക്ക് വരുന്നത്, നമുക്ക് ബനാക് ആൾജിബ്ര ആവുമ്പോൾ നമുക്ക് ഈ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയുമാണ് അത് ബനാക് സ്പേസും ഒക്കെയാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്
എ എന്ന് പറയുന്നത് ഒരു ബനാക് ഓൾജിബ്ര എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എ ഒരു ബനാക് ഓൾജിബ്ര. ഐ എന്ന് പറയുന്നത് നമുക്ക് ലീനിയർ ഓൾജിബ്ര ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷണൽ അനാലിസിസിന്റെ ആരംഭഘട്ടത്തിലുള്ള ഡിസ്കഷനിലൊക്കെ നമുക്ക് അതൊരു ക്ലോസ്ഡ് സബ്സ്പേസ് ആയിട്ടാണ് വേണ്ടത്. റിങ്ങിന്റെ സ്ട്രക്ചർ വരുമ്പോൾ നമുക്കത് ഐഡിയൽ ആയിട്ട് വേണം. അതുകൊണ്ട് ഇത് രണ്ടും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഐഡിയൽ ഓഫ് എ. എല്ലാ ഐഡിയലുകളും സബ്സ്പേസ് ആണ്. അപ്പൊ അതുകൊണ്ട് ലീനിയർ ഓൾജിബ്രായിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഫോളോ ചെയ്യും. ഐ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഐഡിയൽ ഓഫ് എ ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ എ ഓവർ ഐ കൺസിഡർ ചെയ്യും. എ ഓവർ ഐയിൽ നമുക്ക് 3 ഓപ്പറേഷൻസ് നമ്മൾ അഡീഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും, ആൻഡ് പ്രോഡക്റ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഈ ഓപ്പറേഷൻസ് എല്ലാം വെൽ ഡിഫൈൻഡ് ആയിരിക്കും എന്നുള്ളത്. കാരണം നമ്മൾ ഓരോ കോണ്ടെക്സ്റ്റിലും അതിൻ്റെ വെൽ ഡിഫൈൻഡ്നെസ് പറഞ്ഞു. അതേ പ്രൂഫ് തന്നെ നിങ്ങൾ ഇവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വെൽ ഡിഫൈൻഡ് ആണ് എന്നുള്ളത് കിട്ടും. മാത്രമല്ല ഇനി നോക്കൂ, ഈ ഐ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഐഡിയൽ ആയതുകൊണ്ട്, അത് ഇൻ പെർട്ടിക്കുലർ ക്ലോസ്ഡ് സബ്സ്പേസ് ആയതുകൊണ്ട് എ ഓവർ ഐ എന്ന് പറയുന്നത് ഒരു ബനാക് സ്പേസ് ആണ്. നോക്കൂ, നോം എന്ന് പറയുന്നതും ഇവിടെ നോമും ഡിഫൈൻ ചെയ്യാം കേട്ടോ. നോം ഓഫ് അതുകൂടി ആയാലേ നമുക്ക് ആവുള്ളൂ. നോം എക്സ്, കാരണം ഈ എ ഓവർ ഐ ഒരു ബനാക് ഓൾജിബ്ര ആവുന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകും. ഇറ്റ് ഈസ് ഇൻഫിമം ഓഫ് നോം ഓഫ് എക്സ് മൈനസ് വൈ വേർ y belongs to I. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളത് നമ്മുടെ ആഗ്രഹം എ ഓവർ ഐ എന്ന് പറയുന്നത് ഒരു ബനാക് ഓൾജിബ്ര ആണെന്നുള്ളതാണ്. സോ എ ഓവർ ഐ എന്ന് പറയുന്ന ഒരു ബനാക് സ്പേസ് ആവും. ബാക്കി അത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആയിരിക്കും. അതിൽ ഈ പറയുന്ന അഡീഷൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം അത് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബനാക് സ്പേസ് ആവെന്ന് പറയുമ്പോൾ അതിന് ലീനിയർ സ്പേസ് ആണ്. അതിനകത്ത് അത് ഈ ഡിഫൈൻ ചെയ്തൊരു നോമാണ്. ആ നോമിനോടനുബന്ധിച്ച് ഈ സ്പേസ് കംപ്ലീറ്റ് ആണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ബനാക് ഓൾജിബ്ര ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഓപ്പറേഷൻസ് എല്ലാം വെൽ ഡിഫൈൻഡ് ആണെന്നും പറഞ്ഞു. ഇത് ബനാക് ഓൾജിബ്ര ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള കാര്യം, ഇത് ബനാക് ഓൾജിബ്ര ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ഇനി എന്താ ബാക്കി പ്രൂവ് ചെയ്യേണ്ടത്? റിംഗ് തിയററ്റിക് പ്രോപ്പർട്ടീസും അതുപോലെ അതിൻ്റെ ലീനിയർ ഓൾജിബ്രായിക് പ്രോപ്പർട്ടീസും എല്ലാം അത് ഓൾറെഡി നമ്മുടെ മുൻകാല പഠനത്തിൽ നിന്ന് അത് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി പുതിയതായിട്ട് എന്താണ് നമുക്കുള്ളത്? ഈ നോം എന്നുള്ളതിന് ഇവിടെ നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത എ ഓവർ ഐയിൽ ഡിഫൈൻ ചെയ്ത നോമിന് സബ് മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. കൂടാതെ ഐഡന്റിറ്റി എലമെന്റ്, ഇപ്പം ഇവിടുത്തെ എ ഓവർ ഐയിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, എ ഓവർ ഐയിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് കോസെറ്റ് ഇ ആയിരിക്കും. വേർ ഇ ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഇൻ ദ ബനാക് ഓൾജിബ്ര എ. ഒരു സെക്കൻഡ്. കേൾക്കാലോ അല്ലേ? അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളത് സബ് മൾട്ടിപ്ലിക്കേറ്റിവിറ്റിയും അതുപോലെ തന്നെ ഈ എ ഓവർ ഐയിലെ എ ഓവർ ഐയിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയ കോസെറ്റ് ഇയുടെ നോം 1 ആണ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം പഴയ കാര്യങ്ങളാണ്. ഓക്കെ, സോ അതാണ് ഇവിടെ എ ഒരു കമ്മ്യൂട്ടേറ്റീവ് ബനാക് ഓൾജിബ്ര, ഐ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ഐഡിയൽ ഓഫ് എ,
അത് നമ്മൾ പ്രോപ്പർ ഐഡിയൽ ആയിട്ട് ചൂസ് ചെയ്യുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഐ എന്ന് പറയുന്നത് എ തന്നെയായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ A/A എന്ന് പറയുന്നത് ട്രിവിയൽ ആയിട്ടുള്ള ബനാക് ആൾജിബ്ര നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഐ എന്ന് പറയുന്നത് സെറ്റ് 0 ആയിട്ട് എടുത്താൽ A/A എന്ന് പറയുന്നത് എ തന്നെയാണ്. അപ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കൂ, ഇവിടെ നമ്മൾ ഇൻ ദ ബനാക് സ്പേസ് A/I ഒരു ബനാക് സ്പേസ് ആയിരിക്കും. അതാണ് ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത്. എന്നിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. അത് ഞാൻ വിശദീകരിച്ചു. അത് റിങ്ങിന്റെ കാര്യത്തിൽ അത് അങ്ങനെയായിരിക്കും. ഇതാ ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണ് എന്നുള്ളതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അത് നമ്മളല്ലാതെയും ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായി. ഇനി സബ് മൾട്ടിപ്ലിക്കേറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്നത് നമ്മൾ അഡീഷന്റെ കാര്യത്തിൽ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്യുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. അതായത് നമുക്ക് യു ചൂസ് Z1 belongs to I such that norm of x plus Z1 is less than norm of cos at x plus epsilon. നോക്കൂ, ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ നോം ഓഫ് കോസ് അറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു നമ്പർ ആയിരിക്കും. നോം ഓഫ് കോസ് അറ്റ് എക്സ് പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നമ്പറാണ്. ഈ കോസ് അറ്റ് എക്സിന്റെ നോം എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് നോം ഓഫ് എക്സ് പ്ലസ് സെഡ്, വേർ സെഡ് ബിലോങ്സ് ടു ഐ ആണ്. അപ്പോൾ ഈ നോം ഓഫ് കോസ് അറ്റ് എക്സ് പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ ഇൻഫിമ ആവില്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ നോം ഓഫ് കോസ് അറ്റ് എക്സ് പ്ലസ് എപ്സിലോണിനേക്കാൾ ചെറിയ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോം ഓഫ് എക്സ് പ്ലസ് Z1. അപ്പൊ അങ്ങനെ ഒരു Z1 നമുക്ക് ഐയിൽ നിന്ന് കണ്ടുപിടിക്കും. കാരണം എല്ലാ സെഡുകൾക്കും നോം ഓഫ് എക്സ് പ്ലസ് സെഡ് ഈ നോം ഓഫ് എക്സ് പ്ലസ് എപ്സിലോണിനേക്കാൾ വലുതാണ് എങ്കിൽ അവയുടെ ഇൻഫിമവും നോം ഓഫ് കോസ് അറ്റ് എക്സ് പ്ലസ് എപ്സിലോണിനേക്കാൾ വലുതാവും. അങ്ങനെ വരുമ്പോൾ നോം ഓഫ് കോസ് അറ്റ് എക്സ് ആയിരിക്കില്ല അതിന്റെ ഇൻഫിമം. അതുകൊണ്ട് അങ്ങനെ ഒരു Z1 നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ Z1ന്റെ പ്രത്യേകത നോം ഓഫ് എക്സ് പ്ലസ് Z1 ഈസ് ലെസ് ദാൻ നോം ഓഫ് കോസ് അറ്റ് എക്സ് പ്ലസ് എപ്സിലോൺ. അതേ ആർഗ്യുമെന്റ് തന്നെ you can find some Z2 belongs to I such that norm of y plus Z2 is less than norm of cos at y plus epsilon. Is that okay? Yes, sir. അപ്പോൾ നമുക്ക് നോം ഓഫ് കോസ് അറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഈക്വൽ ടു xy പ്ലസ് നോം ഓഫ് xy പ്ലസ് Z1y പ്ലസ് Z2x പ്ലസ് Z1 Z2. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ Z1y പ്ലസ് Z2x പ്ലസ് Z1 Z2 എന്ന് പറയുന്നത് ഐയിലുള്ള എലമെന്റാ. ഐ ഒരു ഐഡിയൽ ആണ്. Z1ഉം Z2 ഒക്കെ ഐയിലുള്ള എലമെന്റ്സ് ആണ്. അപ്പോൾ ഈ കോസ് അറ്റ് എക്സ് വൈയുടെ നോം എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് നോം ഓഫ് xy പ്ലസ് Z, വേർ Z ബിലോങ്സ് ടു ഐ ആണ്. അപ്പോൾ ഐ ഏതൊരു എലമെന്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും ആ ഇൻഫിമത്തിനേക്കാൾ വലുതായിരിക്കും. ഇൻഫിമാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുതായിട്ട് വരിക. സോ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് xy പ്ലസ് Z1y plus Z2x plus Z1 Z2. Is that okay? Yes, sir. ഈ ഇങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നോമിന്റെ ഉള്ളിലുള്ള ആള് എക്സ് പ്ലസ് Z1 ഇൻറ്റു വൈ പ്ലസ് Z2 എന്ന് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ Z1y Z2x Z1 Z2 എന്നൊക്കെ എടുത്തത്. നോക്കൂ, ഈ നോം എന്ന് പറയുന്നത് എ എന്ന കമ്മ്യൂട്ടേറ്റീവ് ബനാക് ആൾജിബ്രയിലെ നോമാണ്. അവിടുത്തെ നോമിന് സബ് മൾട്ടിപ്ലിക്കേറ്റിവിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്കത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എക്സ് പ്ലസ് Z1 ഇൻറ്റു നോം ഓഫ് വൈ പ്ലസ് Z2 എന്ന് എഴുതാനായിട്ട് പറ്റും. പക്ഷെ നോം ഓഫ് എക്സ് പ്ലസ് Z1 ഈസ് ലെസ് ദാൻ നോം ഓഫ് കോസ് അറ്റ് എക്സ് പ്ലസ് എപ്സിലോൺ എന്നും നോം ഓഫ് വൈ പ്ലസ് Z2 ഈസ് ലെസ് ദാൻ നോം ഓഫ് കോസ് അറ്റ് വൈ പ്ലസ് എപ്സിലോൺ എന്നും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് ഈസ് ട്രൂ ഫോർ എവ്രി എപ്സിലോൺ. യു ടേക്ക് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് ട്രൂ. അതുകൊണ്ട് ഈ എപ്സിലോൺ ടെൻഡിങ് ടു 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? norm of cos at xy is less than or equal to norm of cos at into norm of cos at y. This holds for every epsilon greater than 0. So by letting epsilon tends to 0, you get this. So submultiplicativity is proved. Is that okay? Yes, sir. So, of course, you know that cos at e is the multiplicative identity in A over I. കാരണം cos at x നെ cos at e കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ cos at xc, that is cos at x. അപ്പോൾ A over I യിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി cos at e ആണ്. ഈ cos at e യുടെ നോം 1 ആണെന്ന് കൂടി തെളിയിച്ചു കഴിഞ്ഞാലാണ് A over I എന്ന് പറയുന്നത് ഒരു ബനാക് ആൾജിബ്ര ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. നോക്കൂ, cos at e യുടെ നോം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു cos at e plus 0 ആണ്. നോം ഓഫ് e plus 0 ആണ്. കാരണം cos
യുടെ നോം എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് നോം ഓഫ് ഇ പ്ലസ് വൈ വേർ വൈ ബിലോങ്സ് ടു ഐ. 0 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ഇ പ്ലസ് 0 എന്ന് കിട്ടും. അതായത് നോം ഇ എന്ന് പറയുന്നത് 1 ആണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം ഇ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. ഇവിടെ ക്ലെയിം എന്നത് ഫോർ എനി യു ബിലോങ്സ് ടു ഐ നോം ഓഫ് ഇ പ്ലസ് യു ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സാധിക്കുമെങ്കിൽ അതിന്റെ കോൺട്രറി വരുന്നു എന്ന് അസ്യൂം ചെയ്യുക. ഇഫ് പോസിബിൾ അസ്യൂം ദാറ്റ് there is some u belongs to I such that norm of e plus u is less than 1. അങ്ങനെ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ നോം ലെസ് ദാൻ 1 ആണെങ്കിൽ e മൈനസ് ദാറ്റ് എലമെന്റ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന് നമുക്ക് അറിയാം. സോ e മൈനസ് ഇ പ്ലസ് യു ദാറ്റ് ഈസ് മൈനസ് യു ഈസ് ഇൻവേർട്ടിബിൾ, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം മൈനസ് യു ഇൻവേർട്ടിബിൾ ആണെന്ന് പറഞ്ഞാൽ യു ഇൻവേർട്ടിബിൾ ആണെന്നാണ് അർത്ഥം. ഒരു ഇൻവേർട്ടിബിൾ എലമെന്റിന്റെ ഒരു പ്രോപ്പർ ഐഡിയലിൽ ഉണ്ടായിരിക്കാൻ കഴിയില്ല. ഇൻവേർട്ടിബിൾ എലമെന്റ്സ് ഡു നോട്ട് ബിലോങ് ടു പ്രോപ്പർ ഐഡിയൽസ്. എലമെന്റ് ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഡസ് നോട്ട് ബിലോങ് ടു എനി പ്രോപ്പർ ഐഡിയൽ. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കോൺട്രാക്ട് കിട്ടും. അതിനർത്ഥം എ യു ബിലോങ്സ് ചെയ്താൽ നോം ഓഫ് ഇ എന്നാണ്. നോം ഓഫ് ഇ പ്ലസ് യു taken overall u belongs to I will be greater than or equal to 1. അതായത് norm of coset E is greater than or equal to 1. We already obtained that norm of coset E is less than or equal to 1. So combining those two things, you get that norm of coset E is precisely equal to 1. മനസ്സിലായോ? Yes, sir. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓക്കെ, ഞാൻ ഇന്നും വൈകുന്നേരമെങ്കിലും 7 o'clock ആ സമയമായിട്ട് കുറച്ചു നേരം കൂടി ചിലപ്പോൾ ഒരു ക്ലാസ് ഷെഡ്യൂൾ ചെയ്യേ, ശ്രദ്ധിക്കണേ. Okay, sir.